ഭരണകക്ഷി നേതാക്കളുടെ അതിരുവിട്ട ഇടപെടൽ മൂലം നാഥനില്ലാതായ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ SHOയെയും SIയെയും അടിയന്തരമായി നിയമിക്കണമെന്ന് കോൺഗ്രസ് മണലൂർ മണ്ഡലം പ്രസിഡന്റ് MV അരുൺ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും DGPക്കും തൃശൂർ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. പ്രാദേശിക ക്ലബിന്റെ ഓണാഘോഷത്തിൽ ശിങ്കാരിമേളത്തിന് അനുമതി നൽകിയില്ലെന്നാരോപിച്ചാണ് നിലവിലെ SI VP അരിസ്റ്റോട്ടിലിനെ നേതാക്കൾ ഇടപെട്ട് സ്ഥലം മാറ്റിയത്. പ്രശ്നബാധിതവും ജില്ലയിലെ ദൂരപരിധി കൂടിയതുമായ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ നിലവിൽ പകുതിയോളം ഉദ്യോഗസ്ഥരാണ് ഡ്യൂട്ടിയിലുള്ളത്. പരിമിതമായ ചുറ്റുപാടിൽ അമിത ജോലിഭാരത്താൽ വലയുന്ന പോലീസിന്റെ മനോവീര്യം കെടുത്തുന്ന നടപടികളാണ് ഭരണകക്ഷി നേതാക്കൾ എടുക്കുന്നതെന്ന് MV അരുൺ ആരോപിച്ചു. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വിസ്തൃതിയേറിയ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ 2 മാസത്തോളമായിട്ട് SHO ഇല്ലാത്ത അവസ്ഥയാണ്. ഈ മാസം 11-ാം തീയതി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും DGPക്കും റൂറൽ SPക്കും നമ്മൾ പരാതി കൊടുത്തിട്ട് ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്തെ 2ാമത്തെ മന്ത്രിയായ ശ്രീ K രാജൻ താമസിക്കുന്ന പഞ്ചായത്തിലാണ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ MLA ശ്രീ ബാലചന്ദ്രൻ ഉൾപ്പെടുന്ന പഞ്ചായത്തിലാണ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. മണലൂരും നാട്ടിക MLAമാരുടെ വിവിധ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പ്രദേശത്താണ് ഈ സ്റ്റേഷനുള്ളത്. മണലൂർ MLAയുടെ പ്രദേശമായ അരിമ്പൂരും മണലൂരും അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിലാണ്. താന്യം ചാഴൂർ അന്തിക്കാട് ശ്രീ CC മുകുന്ദൻ നാട്ടിക MLAയുടെ പരിധിയിലായിട്ടും ഇത്രയധികം ഭരണകക്ഷിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ടായിട്ടും ഈ സ്റ്റേഷനിൽ ഒരു SHO ഇല്ലാത്ത അവസ്ഥയാണ്. ലഹരിഗുണ്ട മാഫിയകൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെയാണ് ഭരണകക്ഷി നേതാക്കൾ പുകച്ച് പുറത്തു ചാടിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഗുണ്ട മാഫിയകൾക്കെതിരെ ശക്തമായ നടപടിയെടുത്ത മുൻ SHOയെയും നിലവിലെ SIയെയും മാറ്റിയതിലൂടെ ഇടതു നേതാക്കളും മാഫിയ സംഘങ്ങളുമായുള്ള ബന്ധം വ്യക്തമാണെന്നും അരുൺ ആരോപിച്ചു. മുതിർന്ന ജനപ്രതിനിധിയെ അപകട സ്ഥലത്ത് വെച്ച് ഗൗനിച്ചില്ല എന്ന പേരിൽ മുൻപൊരിക്കൽ സ്റ്റേഷനിലെ CPOയെയും സ്ഥലം മാറ്റിയിരുന്നു. തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്തവരെ സ്റ്റേഷനിൽ നിർത്തിയില്ലെന്നുള്ള ചില നേതാക്കളുടെ വാശിയാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും അരുൺ പറഞ്ഞു. സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരില്ലാതായതോടെ 5 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ക്രമസമാധാന നില തകരാറിലായെന്നും ലഹരി സംഘങ്ങൾ അഴിഞ്ഞാടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.